ഡിജിറ്റൽ ഫസ്റ്റ് എന്ന് പറയുന്ന റൂട്ടിലൂടെ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സിലേക്ക് വളരെ എളുപ്പത്തിൽ സീംലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷണൽ പ്രോസസ്സാണ് അവർ അതിനകത്ത് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ജിയോ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ എക്സ്ട്രീംലി സക്സസ്ഫുൾ ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് റിലയൻസ് ജിയോ അല്ലെങ്കിൽ ജിയോ എന്ന് പറയുന്നത് ഒരു സെഗ്മെന്റിലേക്ക് ഒരു സെക്ടറിലേക്ക് വരുമ്പോഴത്തേക്കും ആ സെക്ടറിൽ ഒരു ഡിസ്റപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ നോർമൽ വേ ഓഫ് ഡൂയിങ് ബിസിനസ്സാണ്. അങ്ങനെയാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. കോമ്പറ്റീറ്റേഴ്സിന് ഇല്ലാതെയാക്കുക, ഡിസ്റപ്റ്റ് ചെയ്യുക, ദി എൻറ്റയർ ഇൻഡസ്ട്രി ഡിസ്റപ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെലികോം ഇൻഡസ്ട്രിയിൽ നമ്മൾ കണ്ടു എന്ത് തരം ഡിസ്റപ്ഷനാണ് അവർ ചെയ്തതെന്നുള്ളത്. 2016 മുമ്പ് വരെ നമ്മളെല്ലാവരും 2GB അല്ലെങ്കിൽ 3GB എന്നൊക്കെ പറയുന്ന ഡേറ്റ യൂസ് ചെയ്ത് ഹാർഡ്ലി നമുക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഓഫ്ലൈൻ ആയിരിക്കും കാരണം എൻ്റെ ഡേറ്റ തീരാൻ പോയി എന്നൊക്കെ പറയുന്ന കോൺവെർസേഷൻസിൽ നിന്ന് ഒരൊറ്റയടിക്ക് നമുക്ക് ഇതെല്ലാം അബൻഡൻസിൽ അവൈലബിൾ ആക്കിയ ഒരു കമ്പനിയാണ് ജിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിലയൻസ് ഡിജിറ്റൽ അല്ലെങ്കിൽ റിലയൻസ് റീറ്റെയിൽ എന്ന് പറയുന്ന സെഗ്മെൻറ്റും ഭയങ്കരമായി ഡിസ്റപ്റ്റ് ചെയ്തൊരു ആൾക്കാരാണ്. കിരാന സ്റ്റോഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഡിസ്റപ്റ്റ് ചെയ്ത ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവർ വരുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്കാണ്. അതും അവർ വരുന്നത് ബ്ലാക്ക് റോക്ക് ആയിട്ട് കൈകോർത്തിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീസിൻ്റെ ഇൻഡസ്ട്രി ഇപ്പോഴത്തെ ലെവലിൽ എന്താണ് ഓഫർ ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ജിയോ എങ്ങനെയായിരിക്കും പോസിബിളി ഇത് ഡിസ്റപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ റീറ്റെയിലൊക്കെ ഇവർ ഡിസ്റപ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവർക്ക് ശരിക്കും ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് അതായത് അസറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബ്രോക്കറേജ് ഇൻഡസ്ട്രിയിൽ ഇവർക്ക് ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെറിയൊരു അനാലിസിസാണ് വളരെ ചെറിയൊരു അനാലിസിസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യാൻ പോകുന്നത്. തോമസ് എന്നാണ് എൻ്റെ പേര്. കൂടുതലും ഫിനാൻഷ്യൽ കോണ്ടൻറ്റാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്സ്, ഇൻഡിവിജ്വൽ സ്റ്റോക്ക് അനാലിസിസ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നതാണ്. പോഡ്കാസ്റ്റ് ഓൺടർപ്രണർഷിപ്പും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല ഈ ചാനൽ റൺ ചെയ്യുന്നത്. ദർ ഇസ് എ ടീം ബിഹൈൻഡ് മീ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ദാറ്റ് യു ഗെറ്റ് മാക്സിമം ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഓൾ അവർ കോണ്ടന്റ്. ഇനി അതുപോലെ തന്നെ ഫിൻസൈറ്റ്സ് ബൈ സ്ക്വയർ ലീഗ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ലീഗ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പേരാണ്. ഫിൻസൈറ്റ്സ് ബൈ സ്ക്വയർ ലീഗ് എന്ന് പറയുന്ന വെൽ റിസർച്ച്ഡ് ആയിട്ട് ആർട്ടിക്കിൾസ് ആഡ്സ് ഒന്നും ഇല്ലാതെ ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. താഴെ ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഹൺഡ്രഡ്സ് ഓഫ് സീരിയസ് ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഫിൻസൈറ്റ്സ് ബൈ സ്ക്വയർ ലീഗിൽ വരും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു 15 minutes ഫ്രീ ഫിനാൻഷ്യൽ പ്ലാനിംഗ് സെഷൻ്റെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. വിത്ത് NISM സർട്ടിഫൈഡ് റിസർച്ച് അനലിസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫ്രീ 15 minutes ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിംഗ് സെഷൻ എടുക്കാൻ പറ്റും. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു പുതിയ ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അത് 15 minutesൻ്റെ ഒരു സെഷനിലൂടെ. ആ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറെ പല ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ഫൈൻഡ് ഇറ്റ് സെൻസിബിൾ, go ahead and click it. Let's get straight to the video. നിങ്ങളൊരു ജിയോ യൂസറാണോ? ആ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഏതൊരു തരത്തിലും ഡിജിറ്റൽ ആണെങ്കിലും ടെലികോം ആണെങ്കിലും നിങ്ങളൊരു യൂസറാണോ? ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് വാട്ട് ഈസ് യുവർ അപ്രോച്ച് ടുവേർഡ്സ് ജിയോ എന്ന് പറയുന്ന ബ്രാൻഡും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജിയോ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി വരാൻ പോകുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഏതൊക്കെ പ്ലേയേഴ്സാണ് ലിസ്റ്റഡ് ആയിട്ടിരിക്കുന്നത്, ആരൊക്കെയാണ് ഏറ്റവും മെയിൻ പ്ലേയേഴ്സ് എന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഞാൻ ആ സ്ക്രീൻ ഷെയർ ചെയ്ത് സ്ക്രീനേഴ്സിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു ലിസ്റ്റഡ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്താണെന്ന് വ്യക്തമായി സംസാരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ പണ്ട് അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ചെയ്തായിരുന്നു. ആ വീഡിയോ ഞാൻ മുകളിലേക്ക് പ്ലേ ചെയ്തേക്കാം സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എൻ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. ബേസിക്കലി വേറൊന്നുമല്ല, മ്യൂച്വൽ ഫണ്ട്സ്, PMS എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഓഫറിങ്സ് കൊണ്ടുവരുന്ന വലിയ കമ്പനീസിനാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ HDFC ആണ് ഏറ്റവും ആദ്യത്തെ ഒരു ലാർജസ്റ്റ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. നിപ്പോൺ, ആദിത്യ ബിർള AMC, UTI AMC, ശ്രീറാം AMC. ശ്രീറാമൊക്കെ ഇതിനകത്ത് വളരെ ചെറിയൊരു പ്ലെയറാണ്. ഇത്ര നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ഗുഡ് ചാൻസ് ദാറ്റ് യു ലൈക്ക് ദിസ് വീഡിയോ. ആ ലൈക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി താഴത്തെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ദറ്റ് ഗിവ്സ് യു മോർ മോട്ടിവേഷൻ ടു ഡു മോർ കോണ്ടന്റ് ആസ് വെൽ. പിന്നെ ഐലൻഡ് FS എന്ന് പറയുന്ന കമ്പനിയും കൂടിയാണ്. അത് നമുക്ക് തൽക്കാലം ഇഗ്നോർ ചെയ്തേക്കാം. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഫേം വിച്ച് ഇസ് പ്രൈവറ്റ്ലി മാനേജിങ് സംതിങ് എൽസ്. അപ്പോൾ HDFC ആൻഡ് നിപ്പോൺ അസറ്റ് മാനേജ്മെന്റ് ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും നന്നായി ഈ സെഗ്മെന്റിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദിത്യ ബിർള AMC എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ആദിത്യ ബിർള AMCയുടെ ആദിത്യ ബിർള എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എല്ലാ കമ്പനീസും നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊരു വളരെ ലത്താർജിക്കായിട്ടൊരു അപ്രോച്ചാണ് എല്ലാ
കാര്യത്തിലും കൊടുക്കണേ എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ആൻഡ് ഇഫ് യു ഹവ് ഇൻവെസ്റ്റഡ് ഇൻ എനി ഓഫ് ദീസ് ആദ്യത്തെ ബിർള കമ്പനി വിച്ച് ഇസ് ഡൺ എക്സെപ്ഷണലി വെൽ, ഓക്കെ, നമ്മുടെ ഒന്നോ രണ്ടോ കമ്പനി വിച്ച് ഇസ് ഡൺ മേ ബി എക്സെപ്ഷണലി വെൽ, അല്ലാതെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വളരെ റിട്ടേൺസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ HDFC AMCയുടെ പെർഫോമൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ HDFC AMC ലിസ്റ്റ് ചെയ്തിട്ട് 2018-19 കാലഘട്ടത്താണ്. അപ്പോൾ അവരുടെ ഒരു കഴിഞ്ഞൊരു 2 വർഷത്തെ പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദേ ഹാവ് ഡെലിവേർഡ് മോർ ദൻ 230% റിട്ടേൺസ്. ഒന്ന് ആലോചിക്കുക, 2 ഇയേഴ്സിൽ 230% റിട്ടേൺസ് ഇസ് അബ്സല്യൂട്ട് ക്രാക്കർ ഓഫ് റിട്ടേൺസ് അല്ലേ. നമ്മൾ ഒരു 90-100% റിട്ടേൺസ് ആണ് ഇയർലി എടുത്തിരുന്നത്. അതേ ഞാൻ പറഞ്ഞ് ഈ ഇൻഡസ്ട്രീസിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ സംസാരിക്കാറുമില്ല. ഇനി അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഇസ് നോട്ട് ഈവൻ 3.5%. ഇൻഡിവിജ്വൽ ആൾക്കാർ ഇൻവെസ്റ്റിംഗ് ഇൻ ടു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈവൻ 3.5%. അപ്പോൾ നമ്മൾ അതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു വലിയൊരു കൺട്രി, ഫോർ എക്സാമ്പിൾ ഒരു US പോലത്തെ ഒരു നേഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 40-50% ആണ് അത്രയും വലിയൊരു കൺട്രിയുടെ പെനിട്രേഷൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 100 പേരുണ്ട്, അല്ലെങ്കിൽ 140 ക്രോർ ആൾക്കാർ താമസിക്കുന്ന നമ്മുടെ ഇന്ത്യക്കകത്ത് നമ്മുടെ പെനിട്രേഷൻ എന്ന് പറയുന്നത് 3.5% ഉള്ളൂ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ഹ്യൂജ് സ്കോപ്പ് ഓഫ് പെനിട്രേഷൻ അല്ലേ. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10% എങ്കിലും ഇതിനകത്തൊരു പെനിട്രേഷൻ വരുവാണെങ്കിൽ ഇമാജിൻ ദ കൈൻഡ് ഓഫ് ഗ്രോത്ത് ദ സെഗ്മെൻറ്റ് വിൽ ഫോർസി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റ് ഇസ് സംതിങ് ആസ് എൻ ഇൻവെസ്റ്റർ വി കനോട്ട് ഇഗ്നോർ. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്ലേയേഴ്സ് ലൈക്ക് ബ്ലാക്ക് റോക്ക് അല്ലെങ്കിൽ വേറെയും പുറത്തുള്ള മനുലൈഫ് പോലത്തെ കമ്പനീസ് അത് ഇഗ്നോർ ചെയ്യാതെ ഇന്ത്യക്കകത്ത് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാരണവും അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ HDFC ലൈഫ് ഇമാജിൻ ദ കൈൻഡ് ഓഫ് റിട്ടേൺസ് ദേ ഹവ് ഗിവൺ 230% in 2 years. ഇനി ഇതുപോലെ തന്നെ നിപ്പോൺ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനി, ഇത് ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇത് ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ്. 120 rupees-നാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇതെല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പേർട്സായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ 15 minute സെഷനിൽ ഇരുന്ന് മനസ്സിലാക്കി തരാൻ ചെയ്യുക. അപ്പോൾ ഇതും ഈ പറയുന്ന ഓൾമോസ്റ്റ് ക്ലോസ് ടു 300% റിട്ടേൺസ് ആണ് കഴിഞ്ഞ 2 years ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിലേക്കാണ് ജിയോ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി അവരുടെ മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ട് വരുന്നത്. ഇനി ജിയോ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ട് കാണുമ്പോൾ പോലെ തന്നെ ജിയോയുടെ മൈ ജിയോ ആപ്പിലും ജിയോ ഡിജിറ്റൽ ആപ്പിലും നമുക്ക് ഈസി ആയിട്ട് KYC ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് തൽക്കാലം ഡെറ്റ് ഫണ്ട്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇക്വിറ്റി ഫണ്ട്സ്, ഹൈബ്രിഡ് ഫണ്ട്സ് എല്ലാം അവരുടെ വരാൻ പോകുന്നുള്ളൂ. ഇൻഫാക്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫാക്ട് ഷീറ്റ് പോലും നമുക്ക് കാണില്ല. സോ വിച്ച് മീൻസ് ദറ്റ് ഇറ്റ് ഈസ് എ വെരി ഏർലി സ്റ്റേജ് ഫോർ അസ് ടു കൺക്ലൂഡ്. എന്നാൽ തന്നെ അവരുടെ വരവ് ജിയോ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എൻട്രി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ ഡിസ്റപ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അത് ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഡിസ്റപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഡിസ്റപ്റ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പം 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് കോസ്റ്റിലാണ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കകത്ത് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ബിറ്റ്വീൻ 0.5 to 0.75% ആയിരിക്കും ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ ബെയർ ചെയ്യേണ്ട ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇനി ഇൻഡയറക്ട്ലി ഒരു അഡ്വൈസർ വഴിയാണെങ്കിൽ അതിനേക്കാളും സ്ലൈറ്റ്ലി കുറച്ചും കൂടെ മുകളിലായിരിക്കും, ഒരു 1.25% ആയിരിക്കും നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ജിയോ, എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ ജിയോ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 30% വരെ അത് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഭയങ്കര ഹൈ ആണ്. അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ജിയോ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഗ്രോ അല്ലെങ്കിൽ നമ്മുടെ ജെറോദ പോലത്തെ കമ്പനീസായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് ജിയോ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഗ്രോയും ജെറോദയൊക്കെ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഓൾറെഡി ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ഓൾറെഡി ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരുടെ പോലത്തെ കമ്പനീസിനെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കോമ്പറ്റീഷനായി മാറി ഡിജിറ്റൽ ഫസ്റ്റ് എന്ന് പറയുന്ന റൂട്ടിലൂടെ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സിലേക്ക് വളരെ എളുപ്പത്തിൽ സീംലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷണൽ പ്രോസസ്സാണ് അവർ അതിനകത്ത് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ജിയോ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ എക്സ്ട്രീംലി സക്സസ്ഫുൾ ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആസ് എ യൂസർ നമുക്കത് തന്നെയായിരുന്നു വേണ്ടത്. വളരെ ചീപ്പായിട്ട് നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് വേണമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ജിയോ ഏറ്റവും നന്നായി പെർഫോം ചെയ്തതും ഏറ്റവും നന്നായി ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റിയതും. പക്ഷേ എന്താണ് ജിയോയ്ക്ക് ഗ്രാജുവലി സംഭവിച്ചത്? ഗ്രാജുവലി ഇപ്പോൾ കഴിഞ്ഞൊരു 6 months സ്പേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ജിയോ ഒരു 30%, 25 to 30% എങ്കിലും അവരുടെ ടാരിഫ് റേറ്റ്സ് കൂട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കസ്റ്റമേഴ്സും പഴയ എയർടെല്ലിലേക്കും പഴയ BSNL-ലേക്കൊക്കെ തിരിച്ചു പോയതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചെറിയൊരു ഇൻവെസ്റ്റർ ചിലപ്പോൾ നോക്കുന്നത് 100 rupees അല്ലെങ്കിൽ 1000 rupees-ൻ്റെ SIP ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കാം. പക്ഷേ ആസ് ആൻഡ് വെൻ യു ഗ്രോ
യുവർ പോർട്ട്ഫോളിയോ ബിക്കംസ് 50 lakhs അല്ലെങ്കിൽ 1 crore അല്ലെങ്കിൽ 2 crores എന്ന് പറയുമ്പോഴത്തേക്കും there is definite chance that there is a cost for the investor to manage these assets. വളരെ പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടണമെങ്കിൽ അതിനകത്തൊരു കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടുള്ള റിട്ടേൺസും ചിലപ്പോൾ കൂടുതലായിരിക്കാം അല്ലേ, ദർ ഇസ് എ പ്രോബബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് വെരി ഈസി ടു ഡിസ്റപ്റ്റ്. പക്ഷേ ഈ ജിയോ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണത് ഡിസ്റപ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്താണ് നിങ്ങളുടെ ഇതിനോടുള്ള അപ്രോച്ച്? ഡു യു തിങ്ക് ദറ്റ് ജിയോ ബ്ലാക്ക് റോക്ക് വിൽ ബി ഏബിൾ ടു ഡിസ്റപ്റ്റ് ദി മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ലൈക്ക് ഹൗ ദേ ഡിഡ് വിത്ത് ജിയോ ടെലികോം ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം വെൻ ജിയോ ബ്ലാക്ക് റോക്ക് കംസ് ഔട്ട് വിത്ത് ദെയർ ഫാക്ട് ഷീറ്റ് നമ്മൾ അതിനെക്കുറിച്ചും ഒരു അനാലിസിസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Unless and until we see next time with another informative video, Thomas Verghese signing off. Bye-bye.